ഹായ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും നമ്മളെപ്പോഴും ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് രണ്ട് ധ്രുവങ്ങളുടെ രണ്ട് പൊളാരിറ്റീസിൻ്റെ കോൺഫ്രണ്ടേഷൻ നമ്മളെപ്പോഴും ഉണ്ടാകും. ഏതെങ്കിലും ഏത് പിന്നെ ചെറുതായാലും വലുതായാലും തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മളെപ്പോഴും വി ആർ ഓൾവേസ് കോൺഫ്രണ്ടഡ് ബൈ ടു ഡിഫറെൻറ്റ് ചോയ്സസ്. ബട്ട് ഈ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള ചോയ്സ് അറിയുന്നതാണ്. അപ്പോൾ എപ്പോഴും കാണുന്നത് ഏത് കാര്യത്തെക്കുറിച്ചും രണ്ട് പൊളാരിറ്റീസാണ് നമ്മൾ. കാരണം മനുഷ്യരെല്ലാം സഞ്ചരിക്കുന്ന ഈ രണ്ട് ധ്രുവങ്ങളിൽ നടക്കൊണ്ടിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ രണ്ട് കോൺഫ്രണ്ടേഷൻ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മൾ സ്മാർട്ട് ലൈഫ് വേണോ ഗുഡ് ലൈഫ് വേണോ നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, റീസെൻ്റ്ലി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ആസ്ക് മീ ദിസ് ക്വസ്റ്റ്യൻ. സ്മാർട്ട് ലൈഫാണോ ഗുഡ് ലൈഫാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു ചോദ്യമാണ് എനിക്ക് ഫ്യൂവലായത്. കാരണം ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അതുവരെ എന്നെ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു സ്മാർട്ട് ലൈഫാണോ ഗുഡ് ലൈഫാണോ? പെട്ടെന്ന് സ്റ്റക്കായി. പക്ഷേ എനിക്കത് ആഫ്റ്റർ ചില സെക്കൻഡ്സിൻ്റെ പോസ് കഴിഞ്ഞ് എനിക്കത് ആൻസർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആൻസറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ട് ധ്രുവങ്ങളുടെ നടുവിലായിരിക്കും ഏത് കാര്യത്തെക്കുറിച്ച് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് ഏത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും വി ആർ ഗോയിങ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പൊളാരിറ്റീസ് അല്ലെങ്കിൽ പോൾസ്. അപ്പോൾ അതിൻ്റെ കോൺഫ്രണ്ടേഷൻ ആയിരിക്കും. ബട്ട് finally we take one decision, and decision may be good or bad or true or false, അല്ലെങ്കിൽ ഹെൽത്തി or അൺഹെൽത്തി എന്നുള്ളത് ഈസ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ നമ്മൾ തീരുമാനം എടുക്കും. പക്ഷേ തീരുമാനം എടുക്കുന്ന ഈ രണ്ട് ധ്രുവങ്ങളുടെ കോൺഫ്രണ്ടേഷന് ശേഷമായിരിക്കും അത് വേണോ ഇത് വേണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഇങ്ങനെയുള്ള കോൺസ്റ്റൻ്റായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ്റെ നെറ്റ് റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അത് ചിലപ്പം നല്ല തീരുമാനങ്ങളായിരിക്കാം, ചിലപ്പോൾ മോശം തീരുമാനങ്ങളായിരിക്കാം. കൂടുതൽ ആൾക്കാരുടെയും തീരുമാനങ്ങൾ വളരെ മോശമായിരിക്കും. ബിക്കോസ് അവർ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അതിനെ തീരുമാനം എടുക്കാൻ വേണ്ടി അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വളരെ ക്വാളിറ്റി മോശമായതുകൊണ്ട് ഓക്കെ, അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. അപ്പോൾ ഈ നമുക്ക് സ്മാർട്ട് ലൈഫ് ആണോ ഗുഡ് ലൈഫാണോ വേണ്ടതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആൻസർ നമുക്ക് ഒരു സ്മാർട്ട് ലൈഫാണ് വേണ്ടത്. സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്മാർട്ട് ലൈഫ് ആൻഡ് ഗുഡ് ലൈഫ്. There's only a thin line of difference between these two. കാരണം if you are smart enough, you can lead a good life, that's all. So how you can be called a smart person leading a smart life? അതായത് അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ, കാരണം നമുക്കുള്ള പേഴ്സണൽ ലൈഫാണല്ലോ, ഇൻഡിവിജ്വൽ ലൈഫാണല്ലോ. കാരണം ബാക്കിയെല്ലാം ഔട്ട്സൈഡ് വേൾഡാണ്. ഇപ്പോൾ നമ്മളൊരു സെയിം ഫാമിലി ആണെങ്കിൽ തന്നെയും നമ്മളെന്ന് പറയുന്ന വ്യക്തി വെച്ച് ബാക്കിയെല്ലാം നമ്മളുടെ ലോകവും സമൂഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ലോകം എന്ന് പറഞ്ഞാൽ 2000 കിലോമീറ്റർ അപ്പുറത്തോ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ ഇപ്പുറത്തോ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ റീച്ച്, പേഴ്സണലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റീച്ച് എവിടം വരെ ഉണ്ട്. എസ്പെഷ്യലി ഫിസിക്കൽ റീച്ചാണ് ഞാൻ പറയുന്നത്. ആ ഫിസിക്കൽ റീച്ചിനപ്പുറത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളതെല്ലാം ഈസ് അവർ വേൾഡ്, മനസ്സിലായില്ല. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ളതും ലോകം എന്ന് പറയുമ്പം ഏതാണ്ട് വളരെ ദൂരെയുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. വാട്ട് ഈസ് ഔട്ട്സൈഡ് നമ്മുടെ പേഴ്സണൽ റീച്ചിൻ്റെ പുറത്തുള്ള എല്ലാം നമ്മുടെ ലോകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലോകത്തും നമ്മുടെ പേഴ്സണൽ ലൈഫ് ഈ ലോകത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ലോഡ് ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലോഡ് ഓഫ് മാറ്റേഴ്സ്. അത് ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒട്ടുമിക്ക ഏറ്റവും ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പേഴ്സണലി എന്താണ് പറയുന്നത് സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകൾ നമുക്ക് അതിനകത്ത് ഞാൻ പറയാം അതിനെക്കുറിച്ച് ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതെന്ന് പറയാം. നല്ലൊരു ഉദാഹരണത്തിന്, അപ്പം ഈ സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റഗറിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ് നമുക്ക്. ഇഫ് യു ആർ ഏബിൾ ടു ഈ
കാറ്റഗറിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ സ്മാർട്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്വൈറ്റ് റിക്വയർഡ് ഇൻ ടുഡേയ്സ് ഇൻ ദിസ് മോഡേൺ വേൾഡ്. ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ ഗുഡ് ലൈഫ് that can be defined in so many ways, but if you are smart enough and if you are leading a smart life, that would be enough in this modern world. If you are a student, if you are a career seeking professional, or if you are a businessman, or if you are a politician, if you are a husband, if you are a wife, if you are a son, if you are a daughter, if you are a friend, if you are a relative, if you are a neighbor, whoever you are, you need to be very smart. In this context, smart means your ability to discriminate. നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയാത്ത കാര്യങ്ങൾ, ഇതിനെ കൃത്യമായി നമുക്ക് വിവേചിച്ചറിയാനുള്ള നമ്മളുടെ വിസ്റ്റം അല്ലെങ്കിൽ ലോജിക്കൽ സെൻസ് ഓഫ് ലോജിക്കിനെയാണ് നമുക്ക് ഈ സ്മാർട്ട് ലൈഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും നമുക്ക് പിന്നെ നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ സാധിക്കും ഇഫ് യു ആർ ലീഡിങ് എ സ്മാർട്ട് ലൈഫ്, അല്ലേ? കാരണം ലൈഫ് നാച്ചുറലി ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ നമ്മളുടെ പല വിക്രിയകളുണ്ട് ആ ലൈഫിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ വൾഗർ തോട്ട്സ്, വൾഗറായിട്ടുള്ള ചിന്തകൾ കൊണ്ടും വൾഗറായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ തന്നെ ലൈഫിൻ്റെ ബ്യൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി പോകുന്നതാണ്. ലൈഫ് നാച്ചുറലി അല്ലെങ്കിൽ ലൈഫ് പെർസേ എന്നുവെച്ചാൽ ബൈ ഡിഫോൾട്ട് ലൈഫ് ബ്യൂട്ടിഫുള്ളാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഗ്യാദർ ചെയ്യുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഗ്യാദർ ചെയ്യുന്ന നമ്മളുടെ ഫിസിക്കൽ, മെൻ്റൽ ആയിട്ടുള്ള എന്താണ് പറയുന്നത്, ആ ഒരു അവസ്ഥകൾ നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടിയെ നശിപ്പിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സത്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്മാർട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ ബ്യൂട്ടിഫൈ അല്ലെങ്കിൽ റീബ്യൂട്ടിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് നഷ്ടപ്പെട്ട ബ്യൂട്ടിയെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ കൺട്രോൾഡ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനകത്തുള്ളതും ഇതിന് പുറത്തുള്ളതും? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാനീ സംസാരിക്കുന്നു, എനിക്ക് ഐ ക്യാൻ ചൂസ് മൈ വേർഡ്സ്, ഐ ക്യാൻ ചൂസ് വാട്ട് ഐ സേ. ഞാൻ എന്ത് പറയണമെന്ന്, ഞാൻ എന്ത് ചെയ്യണമെന്ന്, എന്ത് എഴുതണമെന്ന്, എൻ്റെ ചിന്തകൾ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ ആക്ഷൻസ്, പ്രവൃത്തികൾ, എൻ്റെ റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ, റെസ്പോൺസസ്, എൻ്റെ മൊറാലിറ്റി, എൻ്റെ സെൻസ് ഓഫ് വാല്യൂസ്, മൂല്യബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം, പിന്നെ എൻ്റെ ജഡ്ജ്മെൻറ്റ്സ്, എൻ്റെ ഒപ്പീനിയൻസ്, എൻ്റെ ഫാൻസീസ്, ഇമാജിനേഷൻസ്, സങ്കല്പങ്ങൾ, ഇതൊക്കെ തന്നെ എനിക്ക് സ്വന്തമാണ്. അപ്പം ഐ ക്യാൻ മാനേജ്, ഐ ക്യാൻ മാനിപ്പുലേറ്റ്, ഐ ക്യാൻ കൺട്രോൾ, ഐ ക്യാൻ ഇൻഫ്ലുവൻസ്, ഐ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക്, അല്ലേ? ഇതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെൻ്റെ സ്ട്രിക്ട്ലി വിതിൻ മൈ പേഴ്സണൽ കൺട്രോൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസുള്ള കാര്യങ്ങളാണ്. ഇനിയും ഇതാണ് നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നോട്ട് വെൻ യു സ്ലീപ്പ്, നമ്മുടെ ഡേ ഡ്രീംസ്, വി ഡ്രീം വൈൽ വി ആർ അവെയ്ക്ക്, അല്ലേ? കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നുണ്ടല്ലോ, ദാറ്റ്സ് അവർ ഇമാജിനേഷൻ. നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ ധാരണകൾ, നമ്മുടെ തെറ്റായ ധാരണയായാലും ശരിയായ ധാരണയായാലും, നമ്മുടെ ജഡ്ജ്മെൻറ്റ്സ്, റൈറ്റ് ഓർ റോങ്, that doesn't matter. നമ്മുടെ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്, ഒപ്പീനിയൻസ് ഓഫ് അവർ സെൽസ്, ഇതെല്ലാം ഒപ്പീനിയൻസ് ഓഫ് അവർ സെൽസ്, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങളല്ല. നമുക്ക് ഇപ്പം മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ ചിന്തകൾ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, മറ്റുള്ളവർ എങ്ങനെ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, ഇതൊന്നും നമ്മളുടെ കൺട്രോളിലോ ഇൻഫ്ലുവൻസിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയെ നമ്മൾ സ്ട്രിക്റ്റായിട്ട്, അതുപോലെ നമ്മുടെ പിന്നെ പൊളിറ്റിക്കൽ വേൾഡ്, ഇക്കണോമിക് വേൾഡ്, സോഷ്യൽ, കൾച്ചറൽ എന്നൊക്കെ പറയുന്ന വേൾഡ് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ പേഴ്സണലി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ചെയ്യുന്ന കാര്യമല്ല. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി അല്ലെങ്കിൽ ഈ രണ്ട് പൊളാരിറ്റീസിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയും ഇതിനെ നമ്മൾ പ്രാവർത്തികമാക്കുകയും കൂടെ വേണം. നമുക്ക് വാട്ട് ഈസ് വിതിൻ
അവർ എബിലിറ്റി ടു കൺട്രോൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്നുള്ളത്, അതിനെ മനസ്സിലാക്കി നമ്മൾ ആ വഴിയെ സഞ്ചരിക്കുക. ഇനി വാട്ട് ഈസ് നോട്ട് വിതിൻ അവർ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ ബൈ ബീയിങ് പ്രാക്ടിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, ഭാരിച്ച കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പോവുകയോ അല്ലെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒന്ന്, ആസ് ഐ യൂസ് ടു സേ, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ഇമ്പോസിബിലിറ്റി. കാരണം മറ്റുള്ളവർ ചിന്തിക്കുന്നതും മറ്റുള്ളവർ പറയേണ്ടതും മറ്റുള്ളവർ ചെയ്യേണ്ടതും മറ്റുള്ളവർ ചെയ്യാൻ പോകുന്നതും മറ്റുള്ളവർ ആക്ഷൻസ്, റിയാക്ഷൻസ്, റെസ്പോൺസസ്, അവരുടെ ഒപ്പീനിയൻസ്, നോട്ട് ഓൺലി അബൌട്ട് യു ബട്ട് അബൌട്ട് അതേഴ്സ് ആൻഡ് അബൌട്ട് ദ വേൾഡ്, ദെയർ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് യു, ദെയർ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് അതേഴ്സ്, ദെയർ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് ദ ഹോൾ വേൾഡ്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈവൻ ദോ ദോസ് പീപ്പിൾ ആർ വെരി ക്ലോസ് ടു അസ്. നമ്മുടെ ഫാമിലിയിലെ അണ്ടർ ദ സെയിം റൂഫിൽ തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ വി കോണ്ട് ഇൻഫ്ലുവൻസ് ആൻഡ് വി കോണ്ട് കൺട്രോൾ ദോസ് പീപ്പിൾ. There are only a few things which we think we can about others. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷനുള്ള, നമ്മുടെ ഈ പറഞ്ഞ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുടെ വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരുപക്ഷെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. അതായത് ഈ ഒരു ബ്രൂട്ടൽ മെജോറിറ്റി നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസിനും കൺട്രോളിനും വെളിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ട് പിന്നെ വറീഡ് ആകുക, ബോധഡ് ആകുക, കൺസേൺഡ് ആകുക, ഇതൊക്കെയാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് വി ലൂസ് ടച്ച് വിത്ത് ദ റിയാലിറ്റി, അല്ലെങ്കിൽ വി ലൂസ് ടച്ച് വിത്ത് ദി ട്രൂത്ത്. പ്രായോഗിക ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്യം, യാഥാർത്ഥ്യം, ഇതിനെക്കുറിച്ച് നമുക്ക് ഉള്ളൊരു യഥാർത്ഥ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു പിന്നെ ലൈഫിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്ക് ഈ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ ശ്രമിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, അതിനെ നമ്മൾ പിന്നെ നമ്മുടെ ടൈമും എഫർട്ടും നമ്മൾ വേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് സാധിക്കത്തില്ല തീർച്ചയായിട്ടും. എന്നിട്ട് അതിനെ ഓർത്ത് നമ്മൾ പിന്നെ വറീഡ് ആകുക, ബോധഡ് ആകുക, നമ്മുടെ ലൈഫിനെ നമ്മൾ സ്പോയിൽ ചെയ്യുക. ഇങ്ങനെ ഒട്ടനവധി, ഒരുപക്ഷെ 9 out of 10 പീപ്പിൾ അല്ലെങ്കിൽ 99 out of 100 പീപ്പിൾ ഈ ഒരു ലൈഫ് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ ഇത് നമ്മൾക്ക് മെൻ്റൽ ഇൽനെസ്സും മെൻ്റൽ ഇംബാലൻസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, മറ്റൊന്നും നമുക്ക് തരത്തില്ല. കാരണം അതാണ് നമ്മുടെ പല ആൾക്കാരുടെയും ന്യൂറോട്ടിക്കും അല്ലെങ്കിൽ ഡിപ്രസീവ് മൂഡ്സിൻ്റെയൊക്കെ പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്ക് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചിലർ ഫിസിക്കലി ചെയ്യാൻ, ചിലർ മെൻ്റൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. കാരണം നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഫിസിക്കലാണെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ബിക്കോസ് അവർ മൈൻഡ് ട്രാവൽസ്, ബിക്കോസ് വി ഓൾവേസ് സ്പീക്ക് വിതിൻ അവർ സെൽസ്, വി ഓൾവേസ് ഇമാജിൻ, വി ഓൾവേസ് തിങ്ക്, അല്ലേ? നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു, മറ്റുള്ളവരോടാണെങ്കിൽ തന്നെയും നമ്മൾ ഡ്രീം ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഇല്യൂഷൻസ് വി ബിൽഡ് അപ്പ് വിതിൻ അവർസെൽസ്, ആൻഡ് ദസ് വി ലോസ് ടച്ച് വിത്ത് ദ റിയാലിറ്റി, ദസ് വി ലോസ് ടച്ച് വിത്ത് ദ ട്രൂത്ത്. പ്രാക്ടിക്കൽ വേൾഡ് ഈസ് പ്രാക്ടിക്കൽ, ലൈഫ് ഈസ് പ്രാക്ടിക്കൽ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലൈഫ് ഈസ് റിയൽ ആൻഡ് എവറിഥിങ് ഈസ് സെഡ് ആൻഡ് ഡൺ. കാരണം ലൈഫ് എപ്പോഴും യാഥാർത്ഥ്യമാണ്. വാട്ട് എവർ വി സേ ആൻഡ് ഡു, ഇല്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും, ലൈഫ് ഈസ് റിയൽ, ലൈഫ് ഈസ് പ്രാക്ടിക്കൽ. ദർ ഈസ് നോ അൺറിയൽ ലൈഫ്. അൺറിയലായിട്ടുള്ള ലൈഫില്ല, യാഥാർത്ഥ്യമല്ലാത്ത ലൈഫില്ല, പ്രായോഗികമല്ലാത്ത ലൈഫില്ല. ബിക്കോസ് പക്ഷേ മനുഷ്യൻ ഈസ് പ്രൂവിങ് ദംസെൽസ് ടു ബി സ്മാർട്ട്. ഈ പ്രായോഗികമല്ലാത്തൊരു ലോകത്തെ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളാണ് നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ കൺട്രോളുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ഓൺ ദോസ് തിങ്സ്. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ കൂടുതൽ ബെറ്റർ ആക്കാൻ സാധിക്കും. ബിക്കോസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അവർ പീസ് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം എന്ന് പറയുന്നത്
ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് അവർ സെൽസ്. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ആയാലും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇറ്റ്, അതിൻ്റെ അഭാവം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് അവർ ഹാപ്പിനെസ് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ വാട്ട് ഓവർ വി സീ ഔട്ട്സൈഡ് ഓഫ് us, because it is not the responsibility of other people to guarantee our peace of mind, our happiness, because we personally are responsible for our peace of mind and our happiness in life, because we are the primary character. While when it's a matter of our peace of mind or lack of it, നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കുന്നത് നമ്മൾ തന്നെയാണ്. ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് റിയാലിറ്റി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് വെൻ വി ലീഡ് എ ലൈഫ് in which we totally forget about what we can do, what we can control, what we can influence, and we entirely focus on things which we cannot control and influence. So there comes the chaos, the real chaos. നമ്മുടെ ഈ അനാർക്കി എന്നൊക്കെ പറയും, അരക്ഷിത എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞല്ലേ ഈ അരക്ഷിതാവസ്ഥ എന്നുള്ളത് കറക്റ്റ് വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ അല്ല. അനാർക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാക്ക് ഓഫ് ഓർഡർ നമ്മുടെ ലൈഫിലുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. സോ ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ലോട്ട് ഓഫ് ഫിസിക്കൽ ഇൽനെസ്, മെൻ്റൽ ഇൽനെസ്, കൂടുതലും സൈക്കോളജിക്കലായിട്ടുള്ള ഇൽനെസ്സാണ്. പ്രത്യേകിച്ച് ന്യൂറോസിസ്, ഡിപ്രഷൻ. പിന്നെ ഈ ന്യൂറോസിസും ഡിപ്രഷനെല്ലാം നമുക്ക് ഈ യാഥാർത്ഥ്യത്തിനോടുള്ള ടച്ച് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഇൽനെസ്സുകൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മെൻ്റൽ ഇൽനെസ്സിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മെൻ്റൽ ബാലൻസ് ഉണ്ടാകും. മെൻ്റൽ ബാലൻസ് ഉണ്ടാകുമ്പോൾ മെൻ്റൽ ഇൽനെസ്സിനുള്ള സ്പേസ് അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ സ്മാർട്ട് ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും ലീഡ് ചെയ്യാൻ സാധിക്കും. എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, only when we are able to differentiate or discriminate, or when we gain or acquire the ability to know the difference between these two categories. So the one category which are absolutely within our personal ability, and the numbers may be a few, quite a few, and the next category, that means those things which absolutely belong to the rest of the world, not belong to you personally, not at all within the vicinity of your personal capacity to influence or control. അതൊരു വാസ്റ്റ് വേൾഡാണ്, അതൊരു വാസ്റ്റ് ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. ബിക്കോസ് that part is called the world, because when we speak about the world, it does mean that those things which we cannot influence and control, we can just go through, that's all. നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാമെന്നല്ല നമുക്ക്. ബിക്കോസ് ആസ് എ പേഴ്സൺ വി കോണ്ട് ഡു എനിത്തിങ്, നോട്ട് ഈവൻ ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വി കോണ്ട് ഡു എനിത്തിങ്, ബിക്കോസ് തിങ്സ് ഹാപ്പൻ, ചേഞ്ച് ഹാപ്പൻ, തിങ്സ് ഹാപ്പൻ, not because of you, but because of a lot of people, including you or including me. So personally we don't think that we can do much of these things in terms of changing this thing or that thing outside of a personal life. So the better, the mantra of life is to focus on your life, entirely focus on your life, entirely focus on things which you can control and influence, and leave those matters to themselves. So that includes a lot of people, a lot of things, a lot of conditions, and a lot of other species. So that's an entirely different world, because you may be a stranger there. So that's the reality. You may be a stranger there in the sense that you may be a fish out of water. So ഇതാണ് നമുക്ക് സ്മാർട്ട് ലൈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ആർ സ്മാർട്ട് ഇനഫ്, യു ക്യാൻ ലീഡ് എ ഗുഡ് ലൈഫ്. But a good life will not happen itself if you are not smart enough to lead a smart life. Smart life lead ചെയ്യാൻ നമ്മൾ സ്മാർട്ട് അല്ലെങ്കിൽ good life will never happen in our life. So സ്മാർട്ട് ലൈഫ് ലീഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ഫിലോസഫി അല്ലെങ്കിൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ഹാവ് ദ എബിലിറ്റി, ദാറ്റ്സ് ഓക്കെ. ഇഫ് യു ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു know the difference between these two and make them practical in your life, you must, as a first step, be willing to acquire the ability, because
That's a mental process, that's an intellectual process, and that has something to do with your logic, that has something to do with your wisdom. If you lack the logic, if you lack the wisdom, so that that should be the primary, that should be your primary task. So then know the difference, and then go along with what you can control and influence, then leave those things which you cannot control and influence. That's all. So there lies your mental peace, there lies your happiness. Personal life is very important. So if nothing happens in your personal life, you can't do anything in the outside world, because you are nothing but a pawn. You are nothing but a bug, a small bug. You means I included. നമ്മളെല്ലാവരും ചെറിയൊരു ഒരു ബഗ്ഗാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാസ്റ്റ് വേൾഡിൽ. അവിടെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതായതിനാൽ ഹുവർ ദാറ്റ് മേ ബി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് മുതൽ അങ്ങോട്ടുള്ള വാസ്റ്റ് വേൾഡിൽ നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ലൈക്ക് എ ബിഗ് ഫെയിലുവർ. അത് ഒരു വൻ പരാജയമായിട്ട് മാറത്തേ ഉള്ളൂ. ബിക്കോസ് അത് ഞാൻ പറഞ്ഞ അബ്സല്യൂട്ട് ഇമ്പോസിബിലിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ഹിമാലയൻ ടാസ്ക്, ബട്ട് ഇറ്റ്സ് എൻ അബ്സല്യൂട്ട് ഇമ്പോസിബിലിറ്റി. അതൊരു ഇമ്പോസിബിൾ വേർഡാണ്. ബിക്കോസ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് നമുക്ക് ഹ്യൂമൻ ലൈഫിൽ നമുക്കെല്ലാം പോസിബിൾ അല്ല. നമുക്ക് നോട്ട് എവറിഥിങ് ഈസ് പോസിബിൾ ഇൻ ഹ്യൂമൻ ലൈഫ്. there are only a few things which are possible in our human life. പേഴ്സണൽ ലൈഫിൽ പോസിബിൾ ആയിട്ടുള്ള വളരെ ചുരുക്കം ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബിക്കോസ് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദി ഇമ്പോസിബിൾസ്, ലെറ്റ് അലോൺ അറ്റംപ്റ്റ് ടു, മനസ്സിലായില്ല, അതിന് ശ്രമിക്കുന്ന കാര്യം പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കോ ആവശ്യം പോലുമില്ല. ബിക്കോസ് when we are constantly involved in the affairs and lives of other people, we are wasting our lives. നമ്മളുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ബിക്കോസ് ഈ ലൈഫ് നഷ്ടപ്പെടുത്തുക പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് വേസ്റ്റിംഗ് എ പ്രഷ്യസ് എനർജി, പ്രഷ്യസ് ടൈം, ആൻഡ് കപ്പിൾഡ് അലോങ് വിത്ത് മണി, അതർ റിസോഴ്സസ്, അല്ലേ? പൈസയും മറ്റ് പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ തന്നെ നമ്മൾ വേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യാതെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. So the better idea of life is to concentrate or focus on your life, focus on the side of your life or matters which you can control and influence, that's all. So that is called a smart life, and that is the basis, or that is the foundation of smart life. And once again I would like to sum it up by saying that if you are smart enough, you can lead a good life, and that should begin with your wisdom or your logic to know the difference between what you can control and what you can influence, and what you cannot control and what you cannot influence. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബിക്കോസ് യുവർ വേർഡ്സ് ക്യാൻ ബി കൺട്രോൾഡ്. നമ്മൾ എന്ത് സംസാരിക്കണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്ത് ചിന്തിക്കണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ആങ്കറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബട്ട് you can't control, you can't influence the emotion of other people. You can't control, you can't interfere in the way other people think. മറ്റൊരാളുടെ ആങ്കറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. മറ്റൊരാളുടെ റെസ്പോൺസിനെ, റിയാക്ഷനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ഹാപ്പൻസ് ഫ്രം വിതിൻ ദാറ്റ് പേഴ്സൺ, അല്ലേ? കാരണം ലൈഫ് ഈസ് എൻ ഇൻസൈഡ് ഔട്ട് അപ്രോച്ച്, അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് ഫിനോമിനയാണ്, ഔട്ട്സൈഡ് ഇന്നല്ല. സോ എല്ലാ വ്യക്തികളുടെയും ജീവിതം ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. സോ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദാറ്റ് പേഴ്സൺ, ഫിസിക്കലി, മെൻ്റലി, ആൻഡ് ബൈ വേ ഓഫ് ദെയർ thinking and thoughts, imaginations. So leave to themselves, leave to the outside world, and have a better control on your life, have a better influence on your life, and have a better control and influence on what is personally belonging to you, that's all. So that is called a smart life. Okay, and that's all. Thank you for watching and listening. See you with another topic in the next video. Till then, bye bye.